ഹലോ, ഒരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് വളർത്താൻ സാധിക്കുന്നത് രണ്ട് രീതിയിലാണ് മെയിനായിട്ട്. ഒന്ന്, നിലവിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് വിറ്റുകൊണ്ട് നമുക്ക് നമ്മളുടെ ബിസിനസ് വളർത്താം. അതായത് ഒരു ജീൻസ് വാങ്ങാൻ വരുന്നവരെ കൊണ്ട് ഒരു ടീഷർട്ടും കൂടി അല്ലെങ്കിൽ ഒരു ആക്സസറീസും കൂടി എടുപ്പിച്ചിട്ട് നമുക്ക് നമ്മളുടെ വന്ന ആളെ കൊണ്ട് കൂടുതൽ എടുപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താം. രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മുടെ ഷോപ്പിൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി കണ്ടെത്തുകയോ നിങ്ങൾ ചെയ്യുക. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഒന്ന് വരുന്നവരെ കൊണ്ട് കൂടുതൽ എടുപ്പിക്കുക, രണ്ട് കൂടുതൽ ആളുകളെ കൊണ്ടുവരാനായിട്ട് നോക്കാം. ഈ വരുന്നവരെ കൊണ്ട് കൂടുതൽ എടുപ്പിക്കുക എന്നുള്ളതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ടീഷർട്ട് മാത്രം വാങ്ങാൻ വന്ന ഒരാളെ കൊണ്ട് ജീൻസ് വരെ നമുക്ക് എടുപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് ഒരാളിൽ നിന്ന് മാക്സിമം സെയിൽ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഒരു മുഷിവ് തോന്നും. പിന്നെ ആ കസ്റ്റമർ ആ ഷോപ്പിൽ ഒരുപാട് നമ്മൾ സെയിൽസിൽ നിൽക്കുന്നവരെ ഫോഴ്സ് ചെയ്ത് എടുപ്പിക്കാൻ, അവരെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കാൻ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ അവർ മറ്റ് ഷോപ്പുകൾ പ്രിഫർ ചെയ്യും. ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഓൺലൈനിൽ നിന്നുള്ള കോമ്പറ്റീഷൻ, ബിഗ് ബ്രാൻഡുകളുടെ, മാക്സൊക്കെ പോലെ ബിഗ് ബ്രാൻഡുകളുടെ അടുത്തു നിന്നുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കസ്റ്റമേഴ്സിനുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് ഒരുപാട് പോസിബിൾ അല്ല. എല്ലാവരെ കൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് എടുപ്പിക്കാൻ പറ്റില്ല. ടീഷർട്ട് മാത്രം എടുക്കാൻ വന്നവൻ ടീഷർട്ട് മാത്രം എടുത്തിട്ട് പോക്കാണ് സാധാരണ പതിവ്. രണ്ടാമത്തെ ഓപ്ഷനാണ് കൂടുതൽ ആളുകളെ നിങ്ങളുടെ ഷോപ്പിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ വഴി കണ്ടെത്തുക എന്നുള്ളത്. കൂടുതൽ പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളത്. ഇതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള കാര്യം. മാക്സിമം പുതിയ ആളുകൾ, നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ നെയ്ബേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കുറച്ച് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വരുന്നതിനെ പറ്റിയിട്ടല്ല. പുതിയ ആളുകൾ ഇന്ന് വരെ നിങ്ങളുടെ കസ്റ്റമർ ആവാത്ത, ബിസിനസ്സിൻ്റെ ടെക്നിക്കൽ ഭാഷയിൽ ഒരാളെ കസ്റ്റമർ എന്ന് വിളിക്കുന്നത് അയാൾ പേയ്മെൻറ്റ് തന്ന് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിയതിന് ശേഷമാണ്. നമ്മളെല്ലാവരെയും സാധാരണ കസ്റ്റമർ എന്ന് വിളിക്കുമെങ്കിലും പേയ്മെൻറ്റ് തന്നതിന് ശേഷമാണ് അയാളെ കസ്റ്റമർ എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമർ, ലീഡ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റ്, ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെല്ലാവരെയും കസ്റ്റമർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ കൺസ്യൂമറുടെ അറ്റൻഷൻ അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ളത് അവിടെ പരസ്യം ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർ പ്രൈസ്ഡ് കൺസ്യൂമർ അറ്റൻഷൻ എവിടെയാണോ അവിടെയാണ് നമ്മൾ പരസ്യം ചെയ്യേണ്ടത്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ന്യായ വിലയേക്കാളും താഴെ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താൻ, എവിടെയെങ്കിലും പരസ്യം കൊടുത്ത് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അവിടെ പരസ്യം ചെയ്യാം. ടി വിയിൽ നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല, പത്രത്തിൽ നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വളരെ എക്സ്പെൻസീവാണ്. റേഡിയോ ഒരു മനുഷ്യൻ കേൾക്കണില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ലോക്കൽ ഷോപ്പായിരിക്കും, എവിടെയെങ്കിലും ഉള്ളൊരു റേഡിയോയിൽ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. അതെല്ലാം വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ എഫക്റ്റീവ് അല്ല. പരസ്യം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ആനുപാതികമായിട്ടുള്ള സെയിലും മറുവശത്തേക്ക് കൂടി വന്ന് ആ പരസ്യത്തിനും ചിലവായ കാശും കഴിച്ച് നമുക്ക് ലാഭമായിട്ട് കിട്ടിയാൽ മാത്രമാണ് അത് എഫക്റ്റീവാണെന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ കുറേ ആൾ നിങ്ങളെപ്പറ്റി അറിഞ്ഞു, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഫേമസ് ആവാൻ വേണ്ടിയല്ലല്ലോ ഇത് ചെയ്യുന്നത്, സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്മോൾ ക്ലോത്തിങ് ഷോപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം സെയിലാണ് നമ്പർ 1 ഘടകം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെയിലാണ്. അതല്ലാതെ അവിടെ പരസ്യം കൊടുത്ത് ഇവിടെ പരസ്യം കൊടുത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്നതിലല്ല. സെയിലായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യണുണ്ടോ എന്നതിലാണ്, ഈ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇവിടെ നമുക്ക് കൺസ്യൂമർ അറ്റൻഷൻ ഏറ്റവും അണ്ടർ പ്രൈസ്ഡായിട്ട് നിൽക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൺലൈനിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഭാഗം കസ്റ്റമറെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിലൂടെയും കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും കസ്റ്റമേഴ്സിനെ. പലരും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് സെയിൽ നടക്കണില്ല. ഈ സെയിൽ നടക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. പ്രൊഡക്റ്റ് മോശമായതുകൊണ്ട് മാത്രമല്ല, അതൊരു കാരണമായിരിക്കാം, അതും ഒരു കാരണമായിരിക്കാം. പക്ഷേ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഓൾറെഡി വാക്കിംഗ് കസ്റ്റമേഴ്സ് വരുന്നു, ആ പ്രൊഡക്റ്റ് കാണുന്നു, അവിടെ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ വലിയ സെയിൽ നടക്കണമെങ്കിൽ അതൊരു പക്ഷേ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമല്ലായിരിക്കാം, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഓൺലൈൻ വഴി വിൽക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഓൺലൈനിൽ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് കുറവാണ്. നമ്മുടെ ഷോപ്പിൽ വരാൻ നേരത്ത് നിങ്ങളുടെ ഷോപ്പ് കാണുന്നു, അവിടെ സ്റ്റോക്ക് കാണുന്നു, അവരത് ഇട്ട് നോക്കുന്നു, അത് പിടിച്ചു നോക്കുന്നു, ഫീൽ ചെയ്ത് നോക്കുന്നു.
ശേഷം കാശ് കൊടുക്കുന്നു, അപ്പോൾ തന്നെ സാധനം കിട്ടുന്നു. അവിടെ ഒരുപാട് ട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഓൺലൈനിലേക്ക് വരാൻ നേരത്ത് കസ്റ്റമേഴ്സ് നമ്മളെ കാണുന്നില്ല, കസ്റ്റമേഴ്സ് അത് ഇട്ട് നോക്കുന്നില്ല, ഫീൽ ചെയ്ത് നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് അവിടെ സെയിൽ നടക്കുകയുള്ളൂ. ഈ ഒരു സംഗതിയാണ് പലരും മിസ് ചെയ്യുന്നത്. നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കൊടുത്ത് വാട്സപ്പിലേക്ക് വന്നു, കുറേ പേര് വില ചോദിക്കുന്നു, അങ്ങനെ തന്നെ പോകുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാം പ്രോഗ്രാമിൽ, നമ്മുടെ കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ശേഷം വിൽക്കാനായിട്ട് നോക്കുക. അവിടെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണ എൻ്റെ പ്രസക്തി വരുന്നത്. കാരണം ഒരു വിവാഹം നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു വിവാഹം നടക്കണം എങ്ങനെയാണ്? രാവിലെ പരിചയപ്പെടുന്നു, ഉച്ചയ്ക്ക് നിശ്ചയം നടക്കുന്നു, വൈകുന്നേരം കല്യാണം കഴിക്കുന്നു. അങ്ങനെയല്ലല്ലോ സാധാരണ നടക്കുക. പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ്, കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം ട്രസ്റ്റ് ബിൽഡായതിന് ശേഷമാണ് അവിടെ സംഗതി നടക്കുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ഒരു പുതിയൊരു കസ്റ്റമർ വരാൻ നേരത്ത് നിങ്ങളുടെ ഒരു സംശയത്തിലായിരിക്കും അവർ നോക്കാം. പ്രത്യേകിച്ച് ഓൺലൈനിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ആളാണോ നിങ്ങൾ എന്നുള്ള ആ ഒരു എന്താ പറയുക, ആംബിഗ്യൂറ്റി മാറാൻ, ഒരു പുകമറ മാറിയിട്ട് ആണ് സെയിലിലേക്ക് കസ്റ്റമേഴ്സ് വരുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ്സിനെ നർച്ചർ ചെയ്യുക എന്ന് പറയും. വരുന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നർച്ചർ ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തിക്കുക, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യണം, അത് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ലൈറ്റ് പിങ്ക് കളർ ഷർട്ടിനോട് കൂടെ ഏത് പാൻസ് മാച്ചായിട്ട് വരും, ഇന്ന ഒക്കേഷനുകളിൽ എത്തരത്തിലുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾ ഇടേണ്ടത്, ഇത്തരത്തിലുള്ള ഏത് വാങ്ങണം, ഏത് വാങ്ങണ്ട, ഏത് മെറ്റീരിയലാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ പല ഫാഷൻ ടിപ്സുകൾ, യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് കൊടുക്കുക. നിങ്ങളുടെ ഓഫറുകൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, കൂടുതൽ കളക്ഷൻസ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക, കസ്റ്റമേഴ്സിന് വേഗത്തിൽ റിപ്ലൈ കൊടുക്കുക, മലയാള ഭാഷ ഉപയോഗിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പിലിട്ടായിരുന്നു, നമ്മളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ ഇതേപോലെ കസ്റ്റമർക്ക് മെസ്സേജ് അയക്കുമ്പോൾ കസ്റ്റമർ റിപ്ലൈ ഒന്നും തരുന്നില്ല. നമ്മൾ നോക്കാൻ നേരത്ത് ഈ മംഗ്ലീഷിൽ അതുപോലെ ഇംഗ്ലീഷിലൊക്കെയാണ് അവർ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് മലയാളികളാണെങ്കിൽ മലയാള ഭാഷ ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മലയാള ഭാഷ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. മലയാള ഭാഷ ഉപയോഗിക്കാൻ നേരത്തെ അവിടെ നാച്ചുറലി ട്രസ്റ്റ് വരും. കാരണം സെയിം ഭാഷയുള്ള ആളുകളോട് ട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഒരു സൈക്കോളജിയാണ്. കൺസ്യൂമർ സൈക്കോളജിയുടെ പല വീഡിയോസും നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഭാഷ സെയിം ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ഇതൊക്കെ വന്ന് ട്രസ്റ്റ് വരുമ്പോഴാണ് നിങ്ങൾക്ക് സെയിൽ വരുന്നത്. അതല്ലാതെ നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് കാണുന്നു അപ്പം തന്നെ സെയിൽ വരാമെന്നുള്ളൊരു രീതിയല്ല. പലരും പരസ്യം കൊടുത്ത് വാട്സപ്പിൽ ഇതെല്ലാം ഓൺലൈൻ്റെ ഇത് ഒഴിവാക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എങ്ങനെ വിൽക്കണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പരസ്യം കൊടുത്ത ആളെ കൊണ്ടുവരാൻ മാത്രം പഠിച്ചാൽ പോരാ, അവരെ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും എടുപ്പിക്കാൻ പഠിക്കണം. മാർക്കറ്റിംഗ്, കസ്റ്റമറെ കൊണ്ടുവരിക, ന്യൂ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് മാർക്കറ്റിംഗ്. അവരെ കൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ വിൽക്കാനുള്ളത് അത് എടുപ്പിക്കുക എന്നുള്ളത് സെയിൽസ്. ഒരു ബിസിനസ്സിലെ 2 ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസാണ് മാർക്കറ്റിങ്ങും ആൻഡ് സെയിൽസ്. ഇത് രണ്ടും പ്രോപ്പറായിട്ട് നടന്നാലാണ്, അതുകൊണ്ടാണ് ഇൻകം പ്രൊഡ്യൂസിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് ഇൻകം വരുള്ളൂ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെട്ടിയിലേക്ക് കാശ് വരുള്ളൂ. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് പ്രോപ്പറായിട്ട് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇത് ചെയ്യാതെ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. പല വീഡിയോസിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടും ഓൺലൈൻ വഴി മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് കസ്റ്റമറെ കണ്ടെത്തി നമ്മളുടേതായിട്ടുള്ള സെയിൽസ് ടെക്നിക്കുകളും മാർക്കറ്റിംഗ് ടെക്നിക്കുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിൽ നടക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 90% ആളുകളും ഒരു കാര്യം ചെയ്യുന്നില്ല. നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെക്കാളും നാച്ചുറലി നിങ്ങൾക്ക് സെയിൽ കൂടും. അതിൽ യാതൊരു തർക്കമില്ല. കാരണം അധിക ആളുകളും, ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ പരസ്യം നടക്കുന്നുണ്ട്, പക്ഷെ സെയിൽ എന്തോരം വരുന്നുണ്ട്? അവിടെയാണ് നമ്മുടെ ചോദ്യം. സെയിൽ കിട്ടുന്നുണ്ടോ പ്രോപ്പറായിട്ട്? അത് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്താലാണ് സെയിൽ വരുള്ളൂ. ദ ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ, യൂട്യൂബിലാണോ ഗ്രൂപ്പിലാണോ എന്നറിയില്ല, നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാർജർ മാർക്കറ്റ് ഫോർമുല പ്രകാരം ഒരു പരസ്യം കണ്ട് കസ്റ്റമേഴ്സ് അപ്പം തന്നെ വാങ്ങിക്കില്ല. അവരിൽ ട്രസ്റ്റ് ബിൽഡ് ആയതിനു ശേഷമാണ് അവർ വാങ്ങിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ തന്നെ പല സംഗതികളും ഇപ്പോൾ ഓൺലൈൻ, ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലെല്ലാം നിങ്ങളുടെ കാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ സംഗതികൾ അതിൽ കിടക്കുന്നുണ്ടാവും. നിങ്ങളെന്താ വാങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങണോ അത് വാങ്ങണോ, ഈ സ്പെക്കുള്ള വാങ്ങണോ അത് വാങ്ങിക്കണോ, എനിക്ക് അത്രയത്തിൻ്റെ ആവശ്യമുണ്ടോ, തൽക്കാലത്തേക്ക് ഇത് പോരെ, ഇത്തരത്തിലുള്ള ചിന്തകളാണ്. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സും.
അവരാ ലേണിംഗ് ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഒരു ഘട്ടമാണ്. കസ്റ്റമറുടെ തലയിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു പർച്ചേസിങ് ഡിസിഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാർക്കറ്റ് റെഡി ആയിട്ടില്ല. എന്നാ കാശ് സാധനം എന്താ എന്ന് പറയുന്ന ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഒരു കസ്റ്റമറാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കസ്റ്റമറാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഇതേ രീതി തന്നെയാണ് കസ്റ്റമേഴ്സ്. അപ്പോൾ മാക്സിമം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. അവിടെയാണ് നിങ്ങൾക്ക് സെയിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ക്ലോത്തിങ് ഷോപ്പ് ഓണറാണ്, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.